യുക്തിവാദി സന്ദേഹങ്ങൾക്ക് യുക്തിസഹമായ മറുപടികൾ. ലേഖനം സിദ്ദീഖ് നദ്വി, ചേരൂർ. നമ്മുടെ നാട്ടിൽ യുക്തിവാദികളെന്ന് അവകാശപ്പെടുന്ന ചിലർ മതമേഖലയിൽ കയറിച്ചെന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അവക്ക് യുക്തിപരമായി തന്നെ മറുപടി നൽകാനാവും. ചോദ്യങ്ങൾ തന്നെ പലതും നിരർത്ഥകങ്ങളാണ്. എന്നാലും തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി അവ ചോദ്യോത്തര രൂപത്തിൽ താഴെ. അള്ളാഹു ഉണ്ടെന്നുള്ളത് മുഹമ്മദ് നബി പറഞ്ഞുണ്ടാക്കിയ മിഥ്യയല്ലേ? ഉണ്ടെങ്കിൽ എവിടെ? അള്ളാഹു ഉണ്ടെന്ന യാഥാർത്ഥ്യം ആദ്യമായി വിളംബരപ്പെടുത്തിയത് മുഹമ്മദ് നബി അല്ല. അന്ത്യപ്രവാചകൻ മാത്രമായ മുഹമ്മദ് നബിക്ക് മുമ്പ് അനേകം ദൈവദൂതന്മാർ ലോകത്ത് വന്നിട്ടുണ്ട്. അവരെല്ലാം ഏകസ്വരത്തിൽ ദൈവം ഉണ്ടെന്നും ഏകനാണെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നബിക്ക് മുമ്പ് അവതരിച്ച തൗറാത്തും ഇഞ്ചീലും അക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു. ഹിന്ദുമതവും മറ്റു മതങ്ങളുമൊക്കെ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. വിവിധ മതങ്ങൾ തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ടെങ്കിലും ജഗന്നിയന്താവായ സർവേശ്വരനെ അംഗീകരിക്കുന്നതിൽ എല്ലാ മതങ്ങളും ഒറ്റക്കെട്ടാണ്. പിന്നെ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹു എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊന്നും മിഥ്യയല്ല. 100% സത്യവും പ്രായോഗികവുമാണ്. കാലത്തിൻ്റെ ഗതിമാറ്റങ്ങൾക്കിടയിലും മാറ്റമില്ലാതെ തുടരുന്ന ആ അധ്യാപനങ്ങളിൽ എന്തെങ്കിലും പന്തികേടോ പോരായ്മയോ ഉള്ളതായി കണ്ടെത്തിയാൽ അവ ചൂണ്ടിക്കാട്ടി സംശയം ഉന്നയിക്കാം. എവിടെയാണ് കുഴപ്പമെന്ന് ചൂണ്ടിക്കാട്ടൂ. സംശയം തീർത്തു തരാൻ എല്ലാ നിലക്കും യോഗ്യരായവർ പ്രവാചകന്റെ അനുയായികളിലുണ്ട്. വെറുതെ കാടടച്ച് വെടിവെക്കരുത്. അള്ളാഹുവിന്റെ രൂപം ബുദ്ധി കൊണ്ട് മനസ്സിലാവുന്നില്ല. ബുദ്ധിയിൽ തെളിയാത്ത കാര്യം വിശ്വസിക്കുന്നതെങ്ങനെ? യുക്തിയുടെ പേരിൽ മേനി നടിക്കുന്നവരുടെ ഈ ചോദ്യം തന്നെ അപ്രസക്തമാണ്. അരൂപിയും അദൃശ്യനുമാണെന്ന് വിശ്വാസികൾ കരുതുന്ന അള്ളാഹുവിൻ്റെ ഏത് രൂപമാണിവർക്ക് തെളിഞ്ഞു കിട്ടേണ്ടത്? ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത, ബുദ്ധിക്ക് ആലോചിച്ചെടുക്കാൻ കഴിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പ്രതിഫലനം കൊണ്ടാണ് അവയുടെ സാന്നിധ്യം നാം ഉറപ്പിക്കുന്നത്. നമ്മുടെ ജീവൻ തന്നെ ഉദാഹരണമായി എടുക്കാം. ജീവന്റെ രൂപം എന്താണ്? അതെവിടെയാണ് നിലകൊള്ളുന്നത്? ജീവൻ ഉള്ളപ്പോഴും പിരിഞ്ഞു പോകുമ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെയല്ലാതെ മറ്റെന്ത് വഴിയാണ് അതിൻ്റെ സാന്നിധ്യവും അസാന്നിധ്യവും മനസ്സിലാക്കാനായി നമ്മുടെ മുന്നിലുള്ളത്? വിദ്യുത് ശക്തി മറ്റൊരു ഉദാഹരണം. വിദ്യുത് പ്രവാഹമോ അതിൻ്റെ കണികകളോ ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അത് സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് നാം അതിനെ തിരിച്ചറിയുന്നത്. അതുപോലെ മൈക്രോ തരംഗങ്ങളോ നാനോ കണികകളോ സാധാരണ നേത്രം കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതല്ല. രോഗാണുക്കളെയും വൈറസുകളെയും സാധാരണക്കാർ നേരിൽ കണ്ടല്ല അവയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നത്. ശാസ്ത്രമേഖലയിലെ വിദഗ്ധർ ഉപകരണങ്ങളുടെ സഹായത്തോടെ കണ്ടെത്തിയാണ് അവ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത്. വിദഗ്ധർ ഉണ്ടെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുകയല്ലാതെ സാധാരണക്കാർക്ക് ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ല എന്ന് വെച്ച് ഇതൊക്കെ അവർ നിഷേധിച്ചാലോ? ഇതുപോലെ തന്നെയല്ലേ അദൃശ്യ ലോകത്തെ അത്ഭുതങ്ങളുടെ അവസ്ഥ? ദിവ്യ സന്ദേശം ലഭിച്ചവർ ആ ലോകത്തെ അത്ഭുതങ്ങൾ വിവരിക്കുമ്പോൾ വിശ്വസിക്കാതെ മാറി നിൽക്കുന്നതും പരിഹസിച്ചു തള്ളുന്നതും ശാസ്ത്രലോകത്തെ കണ്ടെത്തലുകളെ വിശ്വസിക്കാതെ പുച്ഛിക്കുന്ന സാധാരണക്കാരുടെ മനോഭാവവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണ്?
മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു ജനിച്ചവനോ ജനിപ്പിക്കുന്നവനോ അല്ല. അവൻ അനാദിയും അനന്തനുമാണ്. അവൻ സർവശക്തനാണ്. അവനെ ആരും സൃഷ്ടിച്ചതല്ല, ആരുടെയും ആശ്രിതനല്ല. മറ്റൊരാളുടെ സൃഷ്ടിയായ ആൾ ഒരിക്കലും സർവശക്തനാവില്ല. എല്ലാം സൃഷ്ടിച്ച ഒരു അപാര ശക്തിയെ പരിചയപ്പെടുത്തുമ്പോൾ അവനെ സൃഷ്ടിച്ചതാരെന്ന ചോദ്യം അല്പത്തമാണ്. എല്ലാ എണ്ണവും അവസാനിക്കുന്നത് ഒന്നിലാണ്. അതിനപ്പുറം സംഖ്യയില്ലെന്ന സത്യം അംഗീകരിക്കുകയല്ലാതെ അതിലപ്പുറം ഒരു സംഖ്യ കൂടിയേ തീരൂ എന്ന് ശഠിക്കുന്നവരുടെ യുക്തിബോധത്തെക്കുറിച്ചെന്ത് പറയാൻ? അള്ളാഹു ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അക്രമവും പട്ടിണിയും ഇല്ലായ്മ ചെയ്യുന്നില്ല? അള്ളാഹു ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ. അവൻ അക്രമവും പട്ടിണിയും തടയാത്തത് മാത്രമാണല്ലോ പ്രശ്നം. ആദ്യമായി മനസ്സിലാക്കേണ്ട വസ്തുത, അള്ളാഹുവിൻ്റെ രീതി ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കുകയില്ല എന്നതാണ്. ഓരോരുത്തർക്കും നല്ലതും തീയതും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും അവൻ നൽകും. എന്ത് ചെയ്യണമെന്ന് ഓരോ മനുഷ്യനും തീരുമാനിക്കാം. നന്മ ചെയ്താൽ അതിനുള്ള മെച്ചപ്പെട്ട പ്രതിഫലം പരലോകമോക്ഷം. അക്രമവും അനീതിയും ചെയ്താൽ അതിൻ്റെ പാപഭാരവും ശിക്ഷയും. എന്ത് വേണമെന്ന് ഓരോരുത്തർക്കും തീരുമാനിക്കാം. അപ്പോൾ ലോകത്ത് അക്രമം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്രഷ്ടാവിനല്ല, അവൻ്റെ നിർദ്ദേശങ്ങൾ മാനിക്കാതെ നടക്കുന്ന മനുഷ്യനാണ്. കാർ നിർമ്മാണ കമ്പനി നല്ല ഭംഗിയുള്ള സൗകര്യപ്രദമായ കാർ നിർമ്മിച്ചു നൽകുന്നു. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ വണ്ടി അപകടമൊന്നും വരുത്തുന്നില്ല. ക്രമം തെറ്റിച്ചാൽ അപകടമുറപ്പ്. ഈ അപകടത്തിന് നിർമ്മാണ കമ്പനിയെ പഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ ലോകത്ത് ന്യായമായും നീതിപൂർവകമായും ഭക്ഷ്യവിഭവങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ട വിഭവങ്ങൾ ലോകത്തുണ്ട്. പക്ഷേ ഒരു വിഭാഗം പലതരം ചൂഷണങ്ങൾ നടത്തി മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സമ്പത്തും വിഭവങ്ങളുമൊക്കെ കൈയടക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചൂഷണങ്ങൾക്ക് ഇരകളായ വിഭാഗങ്ങൾ പട്ടിണിയിലും ഇല്ലായ്മയിലും പെട്ട് നട്ടം തിരിയുമെന്നത് സ്വാഭാവികമല്ലേ? അതൊക്കെ മനുഷ്യൻ തന്നെ വരുത്തിവെക്കുന്നതല്ലേ? അതിനെ സ്രഷ്ടാവ് എന്ത് പിഴച്ചു? അപ്പോൾ കുഴപ്പം സ്രഷ്ടാവിൻ്റെ സംവിധാനത്തിനല്ല, സൃഷ്ടികളുടെ ക്രമം തെറ്റിയ ഉപയോഗവും ചൂഷണവുമാണ് പ്രശ്നം. സൃഷ്ടികൾ തന്നെ നേരിട്ട് പരിഹാരം കാണേണ്ട പ്രശ്നം. ഗാന്ധിജി അടക്കമുള്ള പ്രമുഖർ ഈ യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അള്ളാഹു മനുഷ്യരിൽ ചിലരെ ദരിദ്രരും ചിലരെ ധനികരുമാക്കുന്നത് അനീതിയല്ലേ? ഇപ്പോൾ നൽകിയ മറുപടിയിൽ തന്നെ ഇതിലേക്ക് വെളിച്ചം വീശുന്ന സൂചനകളുണ്ട്. ഭൗതിക ജീവിതത്തിൽ സമ്പത്തോ സൗകര്യങ്ങളോ ധാരാളമായി കിട്ടുക എന്നത് വിശ്വാസിയുടെ ആത്യന്തിക ലക്ഷ്യമല്ല. ചിലരെ ധനം കൊണ്ട് പരീക്ഷിക്കും, മറ്റു ചിലരെ ദാരിദ്ര്യം കൊണ്ടും. ഇവിടെ ഓരോ ഘട്ടത്തിലും മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നതാണ് പ്രധാനം. മനുഷ്യന്റെ മനോഭാവവും വ്യത്യസ്ത ഘട്ടങ്ങളിൽ സ്രഷ്ടാവിനോട് അവൻ പുലർത്തുന്ന സമീപനത്തിലെ നിഷ്കപടതയുമൊക്കെ ജീവിതാനുഭവങ്ങളിലൂടെ വേർതിരിച്ചെടുക്കുകയാണിവിടെ. അല്ലാതെ അനീതിയുടെ പ്രശ്നമൊന്നും ഇവിടെ ഉദിക്കുന്നില്ല. എന്നെ യുക്തിവാദിയാക്കിയത് അള്ളാഹുവല്ലേ? മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കി ആളുകളെ നരകത്തിലിടുന്നത് അനീതിയും ക്രൂരതയുമല്ലേ? അള്ളാഹു ആരെയും യുക്തിവാദിയോ സന്ദേഹവാദിയോ മറ്റേതെങ്കിലും വാദിയോ ആക്കുന്നില്ല. അവരുടെ മുന്നിൽ നന്മയുടെയും തിന്മയുടെയും വഴികൾ ഒരുക്കി കൊടുക്കുന്നു. നിശ്ചയം നാം അവനെ അവൻ്റെ മാർഗത്തിലേക്ക് വഴി നടത്തി. ഒന്നുകിൽ അവൻ നന്ദി പൂണ്ടവൻ, അല്ലെങ്കിൽ നന്ദി കെട്ടവൻ. അൽ ഇൻസാൻ 3. അള്ളാഹു സൗകര്യങ്ങളും തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യവും നൽകുന്നു.
തിരഞ്ഞെടുക്കുന്ന ജോലി വ്യക്തിയുടേതാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പേരിലും അതിലൂടെ മുന്നോട്ട് പോയതിൻ്റെ പേരിലുമാണ് അവന് മോക്ഷം ലഭിക്കുകയോ അവൻ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുക. മുൻകൂട്ടി അള്ളാഹു തീരുമാനിക്കുന്ന കാര്യങ്ങൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമാണ്. അതുകൊണ്ട് ഒരാൾ കിണറ്റിലേക്ക് എടുത്ത് ചാടിയ ശേഷം അല്ലെങ്കിൽ ഓടുന്ന ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടി വീണ ശേഷം ഇത് അള്ളാഹു ആണ് ചെയ്യിച്ചതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവന് ചാടാനും ചാടാതിരിക്കാനും കഴിയുമായിരുന്നു. രണ്ടിനുമുള്ള കഴിവ് അള്ളാഹു അവന് നൽകിയിരുന്നു. ചാടാൻ തുനിഞ്ഞാൽ മരിക്കണമെന്നതും ചാടാതെ മാറി നിന്നാൽ പിന്നെയും ജീവിക്കണമെന്നതും അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. അതിനാൽ സ്വയം ചെയ്ത കുറ്റം അള്ളാഹുവിൻ്റെ മേൽ കെട്ടിവെച്ച് ക്രൂരത ആരോപിക്കുന്നതിന് യുക്തിയുടെ പിൻബലമില്ല. അള്ളാഹു എന്തിന് പ്രവാചകരെ അയക്കുന്നു? നേരിൽ ക്ഷണിച്ചാൽ പോരെ? മറുപടി വ്യക്തമാണ്. പ്രവാചകന്മാർ വരുന്നത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മാത്രമല്ല, ദൈവിക ഇംഗിതത്തിനൊത്ത് ഭൗതിക ലോകത്ത് ജീവിതം സാധ്യമാണെന്നും അതാണ് സാർത്ഥകമായ ജീവിതമെന്നും മനുഷ്യർക്ക് പ്രായോഗികമായി കാണിച്ചു കൊടുക്കാൻ കൂടിയാണ്. അത് മനുഷ്യരെ പഠിപ്പിക്കണമെങ്കിൽ മനുഷ്യരുടെ എല്ലാ സ്വഭാവ വിശേഷങ്ങളുമുള്ള മനുഷ്യർ തന്നെ പ്രവാചകന്മാരായി വരണമല്ലോ. അപ്പോഴേ തങ്ങൾ പ്രബോധനം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അനുകരണീയമാണെന്ന് സ്ഥാപിക്കാൻ കഴിയൂ. അന്ധകാര യുഗത്തിലെ അജ്ഞരായ അറബികളും ഇത്തരം പല ചോദ്യങ്ങളും പ്രവാചകന്റെ മുന്നിൽ ഉന്നയിച്ചിരുന്നു. അതിന് ഖുർആൻ നൽകിയ മറുപടിയും പിൽക്കാലക്കാർക്ക് വേണ്ടി ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. മറുപടിയായി ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്: പറയുക, ഭൂമിയിൽ സ്വസ്ഥരായി നടന്നു നീങ്ങുന്ന മാലാഖമാരാണ് വസിക്കുന്നതെങ്കിൽ അവരിലേക്ക് മാലാഖയെ ദൂതനായി നാം അയച്ചേനെ. ഇസ്രാ 95. ഒരു പ്രവാചകനെയും നാം അവരുടെ ജനതയുടെ ഭാഷയിലല്ലാതെ അയച്ചിട്ടില്ലെന്ന് കൂടി ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യർക്ക് തിരിയുന്ന ഭാഷയിൽ അവരുടെ വർഗത്തിൽപ്പെട്ടവരെ പ്രബോധന ദൗത്യവുമായി അയക്കുമ്പോഴേ അതിന് സ്വാഭാവികതയുള്ളൂവെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? എല്ലാം ചെയ്യാൻ കഴിവുള്ളവനായ അള്ളാഹു എന്തിന് മാലാഖമാരെ ജോലി ഏൽപ്പിക്കുന്നു? എല്ലാറ്റിനും കഴിവുള്ളവന് എന്തും ചെയ്യാമല്ലോ. അതിനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ സാങ്കത്യം എന്ത്? ഇടനിലക്കാരെ ഏൽപ്പിക്കുകയോ ഏൽപ്പിക്കാതിരിക്കുകയോ ചെയ്യാം. അത് ചോദ്യം ചെയ്യുന്നവർ അവൻ്റെ പരമാധികാരത്തിൽ ഇടപെടാൻ വൃഥാ ശ്രമം നടത്തുകയല്ലേ? സർവശക്തനായ അള്ളാഹു എന്തിന് മനുഷ്യരെ ആരാധിക്കാൻ നിർബന്ധിക്കുന്നു? ഇതിന് മറുപടി ഖുർആൻ നേരിട്ട് തന്നെ പല സന്ദർഭങ്ങളിലായി നൽകിയിട്ടുണ്ട്. അള്ളാഹുവിനെ മനുഷ്യൻ ആരാധിക്കുന്നത് അള്ളാഹുവിന് എന്തെങ്കിലും നേട്ടമോ ഉയർച്ചയോ ഉണ്ടാകാൻ വേണ്ടിയല്ല. അള്ളാഹു ഈശ്വരനാണ്, എല്ലാറ്റിൽ നിന്നും ഐശ്വര്യവാൻ. ലോകത്തുള്ള ആരും അവന് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും അവനൊരു കുറവും സംഭവിക്കുന്നില്ല. എല്ലാവരും അവന് ആരാധനയിൽ മുഴുകിയാൽ അവന് എന്തെങ്കിലും വർദ്ധിക്കുന്നുമില്ല. നേട്ടവും ലാഭവും വേണ്ടത് മനുഷ്യനാണ്. അത് ലഭിക്കാനാണ് ആരാധനയും അനുസരണയും എല്ലാം. വടവൃക്ഷത്തിൻ്റെ ചോട്ടിൽ മനുഷ്യരടക്കമുള്ള ജീവികൾ ചേക്കേറുന്നത് മരത്തിന് എന്തെങ്കിലും ഗുണം ലഭിക്കാൻ വേണ്ടിയല്ല. അവിടെ തണൽ തേടിയെത്തുന്ന മനുഷ്യനാണ് അതിലൂടെ മെച്ചം ലഭിക്കുന്നത്. മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിച്ചത് കൂടുതൽ വിവാഹം കഴിക്കാനും അധികാരം ലഭിക്കാനും വേണ്ടിയല്ലേ? ഈ ചോദ്യം ചോദ്യകർത്താവിൻ്റെ നിലവാരത്തിൻ്റെ നിദർശനമാണ്. നബിയുടെ ചരിത്രം സത്യസന്ധമായി പഠിക്കാൻ ഇയാൾക്ക് അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുമായിരുന്നില്ല. പ്രവാചകന്റെ ജീവിതത്തിലെ യൗവനയുക്തമായ പ്രധാന ഘട്ടമെല്ലാം ഏകപത്നിയുമായാണ് കഴിച്ചുകൂടിയത്. 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെ.
അതും തന്നേക്കാൾ പ്രായമുള്ള ഒരു വിധവയുമൊത്ത്. പ്രവാചകന്റെ വൈയക്തിക മികവും കുടുംബ മാഹാത്മ്യവും പരിഗണിച്ചാൽ അറേബ്യയിലെ ഉന്നത കുലജാതയായ ഏത് തരുണീമണിയെയും വേൾക്കാൻ അവസരമില്ലാത്തതുകൊണ്ടല്ല ഖദീജ എന്ന വിധവയെ വിവാഹം ചെയ്തത്. ഖദീജയുടെ വിയോഗശേഷമാണ് മറ്റു വിവാഹങ്ങൾ. അവരിൽ തന്നെ ഒരു കന്യകയൊഴികെ ബാക്കിയെല്ലാവരും വിധവകളോ വിവാഹ മോചിതരോ ആണ്. നാട്ടിലെ രീതി അനുസരിച്ച് കൂടുതൽ സ്ത്രീകളെ പ്രാപിക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ വിലക്കുണ്ടായിരുന്നില്ല. പ്രവാചകത്വം വഴിയാണ് അതിന് നിയന്ത്രണം വന്നത്. പുതിയ മതം ജനങ്ങളുടെ ജീവിതത്തിന് അടുക്കും ചിട്ടയും വരുത്തി. കുത്തഴിഞ്ഞ ജീവിതത്തിന് വിരാമമായി. ഇത്തരമൊരു മതം പ്രബോധനം ചെയ്യാൻ നിയുക്തനായതിൻ്റെ വിളംബരമായ പ്രവാചകത്വ പദവി കൂടുതൽ വിവാഹം കഴിക്കാനാണെന്ന് കണ്ടെത്തുന്നവർ ആരായാലും അവർക്ക് യുക്തിയുടെ ലേബൽ ചേരില്ല. പുതിയ മതം കൈയൊഴിയാൻ തയ്യാറായാൽ അറേബ്യയുടെ അധികാര ചെങ്കോൽ നബിയെ ഏൽപ്പിക്കാമെന്ന് ഖുറൈശി പ്രമുഖർ നേരിൽ വന്ന് ഓഫർ നൽകിയിരുന്നു. കൂട്ടത്തിൽ ആരെയും മയക്കുന്ന പല വാഗ്ദാനങ്ങളും നൽകി. സുന്ദരിമാർ, കണക്കില്ലാത്ത സ്വത്ത്. പക്ഷേ അവിടുത്തെ മറുപടി ഉറച്ചതായിരുന്നു. എൻ്റെ വലതു കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഈ ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ഒന്നുകിൽ അള്ളാഹു എനിക്ക് വിജയം നൽകും, അല്ലെങ്കിൽ ഈ വഴിയിൽ എൻ്റെ കഥ കഴിയും. യുക്തിയുടെ പിൻബലമുണ്ടെന്ന് അവകാശപ്പെടുന്നവർ ഈ ചരിത്ര സത്യങ്ങളെയെല്ലാം മറച്ചു പിടിക്കുകയാണ്. അമുസ്ലിങ്ങളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണമെന്നും അവരോട് കൂട്ടുകൂടരുതെന്നും ഖുർആൻ പറയുന്നില്ലേ? അത് ബഹുസ്വര സമൂഹത്തിന് ഭീഷണിയല്ലേ? ഖുർആനിലെ ചില പരാമർശങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഇവർ. യുദ്ധവേളകളും സന്ധിവേളകളും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന കാര്യം ആധുനിക യുഗത്തിലും ലോകം അംഗീകരിച്ചതാണ്. അടിയന്തരാവസ്ഥയിലും മറ്റൊരു രാജ്യവുമായി യുദ്ധം നടക്കുന്ന വേളകളിലും സ്വന്തം പൗരന്മാർക്ക് വരെ കടുത്ത നിയന്ത്രണങ്ങളും നിയമങ്ങളും ബാധകമാക്കാറുണ്ടല്ലോ. ഇതൊന്നും മനസ്സിലാക്കാതെ ഖുർആനിലെ ഏതെങ്കിലും സൂക്തങ്ങൾ ഇതര മതാനുയായികളുമായി ലോഹ്യപ്പെടുന്നതിനെ എതിർക്കുന്നുവെന്ന് ആരോപിക്കുന്നത് കണ്ണടച്ചിരുട്ടാക്കലല്ലേ? ശത്രുവിനോട് പോലും അനീതി പാടില്ലെന്നാണ് ഇസ്ലാമിൻ്റെ കർശനമായ നിർദ്ദേശം. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ അവർ ചെയ്തതിന് സമാനമായേ അങ്ങോട്ടും ചെയ്തുകൂടൂ എന്നും പറഞ്ഞിരിക്കുന്നു. ഒരിക്കലും പരിധി ലംഘിക്കരുതെന്നും പരിധി ലംഘിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ലെന്നും കൂടി ഖുർആൻ താക്കീത് ചെയ്യുന്നു. ഇസ്ലാം മതം മാത്രം ശരി എന്ന വാദം ഒരു തരം വർഗീയവാദമല്ലേ? എങ്കിൽ ഇവിടെയുള്ള എല്ലാ മതക്കാരും രാഷ്ട്രീയക്കാരും പ്രസ്ഥാനക്കാരും വർഗീയവാദികളാവുകയില്ലേ? ഓരോ മതക്കാരും അവരുടെ മതമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു. ഓരോ രാഷ്ട്രീയ പാർട്ടിയും തങ്ങളുടെ പാർട്ടിയാണ് ശരിയെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും അതിലേക്ക് കടന്നു വരാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്തിനധികം പറയുന്നു, എല്ലാം നിഷേധാത്മകമായി മാത്രം കാണുന്ന, ഒന്നിലും വിശ്വസിക്കാത്ത യുക്തിവാദികൾ പോലും തങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് ഉറപ്പിക്കുന്നു. മറ്റുള്ളവരും ആ നിലപാടിലേക്ക് വരണമെന്നവർ ആഗ്രഹിക്കുന്നു. മതവിശ്വാസികൾ തങ്ങളുടെ വാദം അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ അവരോട് കെറുവിക്കുന്നു. അതുകൊണ്ടാണല്ലോ മത ദൈവ വിശ്വാസികളെ ഇവർ ആക്ഷേപിക്കാനും അവഹേളിക്കാനും മുതിരുന്നത്. തങ്ങളുടെ യുക്തി ശരിയെന്നും മതവാദികളുടെ യുക്തി തെറ്റെന്നും വാദിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ സമാന നിലപാടിനെ ചോദ്യം ചെയ്യാൻ എന്തവകാശമാണുള്ളത്? ഒരാളെ പരീക്ഷിച്ച് തന്നെ സ്വർഗവും നരകവും നൽകുന്നതിൻ്റെ ആവശ്യമെന്ത്? പരീക്ഷിക്കാതെ നൽകിക്കൂടെ? എല്ലാം പരീക്ഷിച്ച് നോക്കി മാത്രം നൽകുന്ന ലോകത്ത് നിന്നുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും പരീക്ഷിച്ചാണ് സ്ഥാനക്കയറ്റം നൽകുന്നത്. ടെസ്റ്റ് നടത്തിയാണ് ഉദ്യോഗങ്ങളിലേക്ക് ആളെ നിയമിക്കുന്നത്.
പിന്നെ പരലോക ജീവിതത്തിലെ അതുല്യ നേട്ടവും സൗഭാഗ്യവും ഇഹലോകത്തെ പരീക്ഷണ ജീവിതത്തിൻ്റെ അനിവാര്യ ഫലമായി കണക്കാക്കുന്നതിൽ എന്താണ് പന്തികേട്? നന്ദി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രബോധനം വാരികയുടെ ഓഡിയോ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഈ കൂട്ടായ്മയിലേക്ക് താങ്കളെ ആദരപൂർവം ക്ഷണിക്കുന്നു. താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ താങ്കൾക്കും ഈ കൂട്ടായ്മയിൽ അംഗമാകാം. മൊബൈൽ നമ്പർ 001195266338787.